അപ്പോൾ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ അടുത്തൊരു പുതിയ വീഡിയോ ഇട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ഇന്ന് വോട്ടൊക്കെ അല്ലേ, എല്ലാവരും വോട്ടിന് പോയോ, വോട്ട് ചെയ്തോ? അപ്പോൾ മക്കളെ, നമ്മളതായ ഏണിങ്സ് കണ്ടെത്തി നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ജീവിച്ച് പോവാം അല്ലേ. ഞാൻ ഒരു നീതിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞതാണ്. നമ്മുടെ റേഷൻ കാർഡൊക്കെ എപ്പോഴും താഴെ കേട്ടോ. ഞാൻ പട്ടാമ്പിയിൽ വരെ ഞാൻ പോയി എഴുതി കൊടുത്താണ്. അപ്പോൾ അതാണ് അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാം. എൻ്റെ ഒരു റേഷൻ കാർഡ് പോലും എനിക്ക് താഴത്തല്ല കിട്ടിയിട്ടുള്ളത്. ഭാഗ്യം എന്ന് പറയാം, ഭയങ്കര ഭാഗ്യമാണല്ലോ. പിന്നെ നമ്മൾ നേരാവണത് കണ്ടുവിടാത്ത അസൂയക്കാർ ഇഷ്ടം പോലെ ബന്ധുക്കൾ തന്നെ ഉണ്ട് ചുറ്റും. അപ്പം അവരൊക്കെ നാട്ടിൽ പറഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ മുതൽക്കാരാണ്, പിന്നെ എന്ത് ആനുകൂല്യം കിട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നേരെ നിന്ന് അധ്വാനിച്ചാൽ 10 ഉറുപ്പ്യ നമുക്ക് ഉണ്ടാക്കാം. മക്കളെ, ഇപ്പോൾ എനിക്ക് കൂലിപ്പണിക്ക് പോകാനുള്ളൊരു ആരോഗ്യം പോലും ഇല്ല. അപ്പോൾ ചെറിയ ഒരു വർക്ക് ആയിട്ട് ചായക്കടയിൽ നിൽക്കണം. ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് അതും ഇല്ലാത്ത അവസ്ഥയാണ്, റമദാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ മക്കളെ, നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുക, സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുക, കഴിയുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഒരു പെണ്ണായിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള അതാണ്. പല ചൂഷണങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. പലരും നമ്മളെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ നോക്കും. അപ്പോൾ അതിനൊന്നും പോകാതെ സ്റ്റേണായി നിന്ന് നമ്മൾ അധ്വാനിക്കുക, നമ്മൾ ജീവിക്കുക. പെൺകുട്ടികളെ തതന്മാരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ഭർത്താവില്ല, ചിലപ്പോൾ തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടാവും, മക്കളില്ല, വേറെ അധികാരി സഹോദരന്മാരൊന്നുമില്ല, ചില സഹോദരന്മാർ സഹായിക്കത്തുമില്ല. പിന്നെ അവർക്ക് ഒരു പരിധിയാണല്ലോ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സ് കണ്ടെത്തുക. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ടൈലറിങ്ങോ സോപ്പ് ബിസിനസ്സോ ചെറിയ ഈ അച്ചാർ പൊടികൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് രണ്ടും ഒരേപോലത്തെ വികൃതി മക്കളാണ്. അപ്പോൾ മോളെ സ്കൂളിൽ ചേർത്തിട്ട് കുറച്ചുകൂടെ കഴിയട്ടെ, സോപ്പിൻ്റെ കാര്യം തുടങ്ങണമെന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് യൂട്യൂബർ തന്നെ ഉണ്ട് നാട്ടിൽ, ഹസ്ബൻഡിൻ്റെ ഒക്കെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവൾ സോപ്പിൻ്റെ ഇതൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ അറിയുണ്ടാവും, റംന. അപ്പോൾ നമുക്ക് അതേപോലെ സോപ്പിൻ്റെ ഒക്കെ തുടങ്ങണമെന്നുണ്ട്. ഒരു ഇച്ചിരി കൂടി സൗകര്യമുള്ള വീടൊക്കെ കിട്ടണം. മിക്സി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ ആരെ വീട്ടിൽ അതൊക്കെ ഇല്ലാണ്ടിരിക്കുക. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ്, അതുകൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞ പോലെ എൻ്റെ അമ്മ ഒരു മാനസിക പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ അമ്മക്ക് ചികിത്സക്കൊക്കെ ഒരുപാട് പൈസ വേണം. പിന്നെ ഇങ്ങനെ മാനസിക പ്രശ്നമുള്ള ആളുടെ വീട്ടിൽ ഈ വക ഉപകരണങ്ങളൊന്നും നടക്കില്ല കേട്ടോ. അതിന് സുഖമില്ലാണ്ടായി ഒക്കെ കേടെത്തിയിടും. അപ്പോൾ ഈസി കുക്കൊക്കെ ഉണ്ടായിരുന്നൊക്കെ കേടെത്തിയിട്ട് അതിൻ്റെ 5000 പോയി. എമർജൻസി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവും. ഇതിന് അസുഖം വന്നു കഴിഞ്ഞാൽ അതൊക്കെ പേടിയായി, ഗ്യാസ് പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിന്ന് നമ്മൾ പലരും ചൂഷണം ചെയ്യാണ്ടാവും, പല അനാവശ്യങ്ങളും പറയാനുണ്ടാവും. അപ്പോൾ അതാ എൻ്റെ ആദ്യത്തെ ഭർത്താവിനെ എന്നെ കുറച്ച് അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ വീണ്ടും പറയാൻ കാരണം, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അനാവശ്യം പറയുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെ ആദ്യത്തെ ഭർത്താവിൻ്റെ അമ്മായിൻ്റെ വീടുണ്ട്. അപ്പോൾ പോണ വഴി അവിടെ നിന്നൊക്കെ കണ്ട് അങ്ങനെ പരിചയപ്പെട്ട് ഫോൺ നമ്പർ മേടിച്ച്, അപ്പോൾ ആൾ കുക്കിങ്ങാണ്, അപ്പോൾ അവർ ബിരിയാണിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അങ്ങനെ സംസാരിച്ച് മെല്ലെ കമ്പനിയായിട്ട്. അത് പിന്നൊരു പാവമാണ്. അങ്ങനെ അതിനോട് അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ മോശപ്പെട്ട പെണ്ണാണ്, ഓൾ അങ്ങനെ നടക്കണാണ്, ഇങ്ങനെ നടക്കണാണ്, അങ്ങനെയാണ് ഞാൻ ഒഴിവാക്കിയത്. അവരെ പ്രശ്നങ്ങളുണ്ടല്ലോ, അവർ സ്വർണത്തിനും സ്വത്തിനും മോഹിച്ചിട്ടല്ല, എന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് എൻ്റെ മുതൽ ഒപ്പിട്ട് മേടിക്കാൻ വരെ ശ്രമിച്ചു. അവർ കൊടുത്ത എൻ്റെ പേരിൽ കൊടുത്ത പരാതിയുടെ കോപ്പികളൊക്കെ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. മക്കളെ, അതൊക്കെ എന്തിനാണ് വീഡിയോയിൽ കൂടെ പറയണമെന്നായിരിക്കും. എനിക്കിത് അറിയണം. കാരണം അവർ നാട്ടിൽ എന്നെ
പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് എൻ്റെ മോനെ വരെ ഭീഷണിപ്പെടുത്തിയിട്ട് നിർത്തിയിരിക്കുക. എൻ്റെ മോനക്ക് വരെ പേടിയാണ്, അടിയും ബഹളം, ഒരു റൗഡിയുടെ പോലെയാണ്. എവിടെ പോയാലും ബഹളം. അവർ വീടിൻ്റെ അടുത്ത് തന്നെ എളാപ്പാനായിട്ട് ബഹളം. ഞാൻ എളാപ്പാൻ്റെ വീട്ടിൽ പോകും മോനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയാൽ അവിടെ പോയിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എളാപ്പാനോട് കയർക്കുക. എളാപ്പാൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞാൻ മോനെ കാണാൻ വേണ്ടിയിട്ട് അമ്മൂസൻ്റെ അനിയൻ്റെ വീട്ടിൽ പോകും, എൻ്റെ മകനെ കാണാൻ വേണ്ടി. മകനെ വേഗം പുറത്തുനിന്ന് വിളിച്ചുട്ടിക്കൊടുന്ന് എൻ്റെ നിറം ഇങ്ങോട്ട് കണ്ട, എൻ്റെ വണ്ടിയുടെ നിറം ഇങ്ങോട്ട് കണ്ട. ഞാൻ സ്കൂട്ടിയിട്ടാണ് പോവുക, സ്കൂട്ടി ഉണ്ടായിരുന്നപ്പോൾ കൊടുത്തതാണ്. അപ്പോൾ വണ്ടിയുടെ നിറം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവനെ വിളിച്ച് അകത്ത് വാതിലടച്ചിടും, കാണാൻ സമ്മതിക്കില്ല. ഈ കാണാൻ കോടതിയിൽ നിന്നുള്ള ഓർഡർ വരെ ഉണ്ട് മോനെ വീട്ടിൽ പോയി കാണാം എന്നുള്ളത്. പക്ഷെ എനിക്ക് കാണിച്ചു തരില്ല മക്കളെ. ഇപ്പം ഇന്ന് എൻ്റെ മോനക്ക് 19 വയസ്സായി. അവൻ പറഞ്ഞ് പഠിക്കുകയാണമ്മ, ഞാൻ പഠിക്കട്ടെ. ശരിയാ, അവനത് ഇങ്ങനെ നമ്മൾ വഴക്കുണ്ടാക്കി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ പോവാറില്ല. പിന്നെ അവിടെ മലപ്പുറത്തായില്ലേ. അപ്പോൾ ഈ ഒരുപാട് വിഷമങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും പബ്ലിക്കല്ലേ. അപ്പോൾ ഈ പറയുന്ന ഈ വിഷമങ്ങൾ ഇവരൊക്കെ കൂടി കാണട്ടെ, കേൾക്കട്ടെ. ഞാനുള്ള സത്യാവസ്ഥ ഞാൻ പറയുക തന്നെ ചെയ്യും. കാരണം ഒരു കൂടാര വിഷമങ്ങൾ എനിക്കുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഇപ്പോൾ 12 വയസ്സാകുമ്പോഴത്തേനും മരിച്ച്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഒറ്റയ്ക്കുള്ള കഷ്ടപ്പാട്. അപ്പം അത്രയും ഉള്ളിലുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഇത് പറഞ്ഞു വരുന്നത്. ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ്. ഒരു സുഖമില്ലാത്ത ആങ്ങളില്ല, ഒരു ഇമ്മാനാദ്യം കല്യാണം കഴിച്ചുള്ള ജ്യേഷ്ഠത്തി ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഞാനൊരു വീടില്ലാണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്ന നടക്കണേ. അവൾക്ക് എൻ്റെ അപ്പാടെ സ്വത്തിൽ നിന്ന് പകുതി വേണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വഴക്കിന് വന്നിട്ടെന്താ. അതിൽ നിന്ന് ഇന്നിട്ട് പുതിയ അവൾ റേഷ്യ ഓഫീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോപ്പിയിൽ ഉമ്മുസൽമ എന്ന് പേര് വെച്ചിട്ട്. ആ 2 അമ്മമാരുടെ പേരും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നിൻ്റെ ജ്യേഷ്ഠത്തി ആദ്യ വിവാഹത്തിലുള്ളതാണ് ഉമ്മുസൽമ. അങ്ങനെ അവളെ പേര് കാണാം നിങ്ങൾക്ക് ആ കോപ്പിയിൽ ആദ്യത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവളും കൂടി റേഷ്യ ഓഫീസിലേക്ക് രജിസ്റ്റർ റദ്ദാക്കിയിട്ട് എന്നാൽ അത് അവിടെ നിന്ന് വിറ്റിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഞാൻ അവർക്ക് കാണുന്നത് ഇഷ്ടമല്ല. നമ്മൾ പണമില്ലാത്തവള്, മാനസിക രോഗിയായ ഉമ്മാൻ്റെ മോള്, അവർക്ക് ആർക്കും നിങ്ങളെ വിലയില്ല, വേണ്ട മക്കളെ. ഒരു കാലത്ത് പണം ഉണ്ടാവുന്ന കാലത്ത് ഇവരൊക്കെ വരും, അതെനിക്ക് ഉറപ്പാണ്. പണം ഉണ്ടായിരുന്ന കാലത്ത് ഇവരൊക്കെ വന്നിരുന്നു. പൈസ കടം ചോദിക്കാനും തിന്നാനും കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നാലെ. അതാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്. പണം ഉണ്ടെങ്കിൽ ജീവിക്കാം. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മളെ കയ്യിൽ പണം ഉണ്ടാവും, എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും. ഇല്ലേ ഒരാളും ഉണ്ടാവില്ല. പണം ഇല്ലാത്തവൻ്റെ കൂടെ ഒരാളും ഉണ്ടാവില്ല. അവിടെ വില ഉണ്ടാവില്ല, സ്ഥാനം ഉണ്ടാവില്ല. അതിൻ്റെ അനുഭവം കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ജ്യേഷ്ഠത്തെയും കൂടി എന്നെ ദ്രോഹിക്കുകയാണ്. അവൾ ഹജ്ജിന് വരെ പോയി വന്ന് മോളെ കെട്ടിച്ച് 10-60 പവൻ്റെ സ്വർണം കൊടുത്ത്. മകൻ ഗൾഫിലാണ്, വലിയൊരു വീട് വെച്ച്, അളിയനും ഗൾഫിലാണ്. അവൾ എന്തിനു എന്നെ ദ്രോഹിക്കണേ? മുതലിന് വേണ്ടിയിട്ട്. അത് പഠിച്ച റബ്ബ് ഏടത്തെയും കൂടി ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ഏടത്തി എന്നുള്ള ഇങ്ങനെ ഒരു സഹോദരി അത്രയും ഞാൻ അവളെ സ്നേഹിച്ചത്. ഞാൻ അവളുടെ അടുത്തൊക്കെ പോയതാണ്. പക്ഷെ അവൾക്കൊരു അടുപ്പില്ല. ഇമ്മ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മാനസിക രോഗിയായി അമ്മ എന്ത് പഴിച്ച് ഉളപ്പൊക്കെ ഉണ്ടായതല്ലേ. ഇനി എൻ്റെ അമ്മക്ക് എൻ്റെ അമ്മാനെ തന്നെ നോക്കാൻ കഴിവില്ല. ഞാനുള്ളതുകൊണ്ടാണ് എൻ്റെ അമ്മ ജീവിച്ച് പോകുന്നത്. അതിലാരും ഉണ്ടായിട്ടല്ല. ഇപ്പോഴതെ എൻ്റെ അമ്മക്ക് ഒരു അന്തം കൊണ്ടുമില്ല. ഉമ്മയുടെ മുതലൊക്കെ പോയി. ഉമ്മയുടെ 2ാമത്തെ ഭർത്താവ് കഴിഞ്ഞാൽ മുതൽ, 3ാമത്തെ ഭർത്താവ് കഴിഞ്ഞാൽ മുതൽ ഉമ്മാനെ 2-3 കെട്ടിച്ച്. അതിന് അന്തമില്ലാത്തതുകൊണ്ട് അതൊരു കളിപ്പാവനെ പോലെ ആങ്ങളാർക്ക് നിന്ന് കൊടുത്ത്. അതിൻ്റെ ജീവിതം അതിനെ കൊണ്ടായതല്ല, അതിൻ്റെ ഉമ്മാൻ്റെ പ്രശ്നം കൊണ്ടായതല്ല. ഈ ആങ്ങളാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടായതാണ് ഉമ്മയുടെ ജീവിതം ഇങ്ങനെ. അപ്പം എൻ്റെ ഭർത്താവിനെ അമ്മ ഭീഷണിപ്പെടുത്തുന്നു, എൻ്റെ വീട്ടിൽ നിൽക്കാനയക്കണില്ല. ആദ്യത്തെ ഹസ്ബൻഡ് ഓരോന്ന് പറഞ്ഞു കൊടുക്കണേ. ഇവർക്കൊക്കെ എന്നെ ദ്രോഹിച്ചിട്ട് എന്താണ് ഇവർ നേടുന്നത്? ഞാനൊരു പാവമായതുകൊണ്ടാണോ ഇവരൊക്കെ എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? എനിക്ക് ആരും എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ ഇങ്ങനെ ദ്രോഹിക്കും എന്നെ. എനിക്കിപ്പം അല്ലാത്തൊരൊറ്റ വിഷമം നല്ലോണം ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ അങ്ങോട്ട് വിളിച്ചു. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭാവി സുരക്ഷിതമായിരുന്നില്ല. എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഇവരൊക്കെ പരിഹാസം കേൾക്കേണ്ടിയിരുന്നില്ല. ഇവരൊക്കെ എന്താ പറയുക, പരിഹസിക്കുക. ഒരു പരിഹസിക്കട്ടെ. പിന്നെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം ഞാൻ 2 കൈ നിന്നിട്ട് സ്വീകരിച്ച് ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. ഞാൻ ഒരാളെ മേലേക്ക് ഞാൻ കേസിനോ വഴക്കിനോ കുതിരക്കോ ഒന്നും ഞാൻ പോകണില്ല.
ഞാൻ അവിടെ നിന്ന് തന്നെ ഇങ്ങ് പോന്ന്. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവർക്ക് ഇന്ന കണ്ണിൽ കാണുമ്പോൾ അസൂയാണ് ഈ അമ്മാവനക്കൊക്കെ. ഉള്ളത് മുതലൊക്കെ ഓല് കൊണ്ട് എടുക്കട്ടെ. ഇന്നിപ്പോൾ ഇന്നിവിടെ മലപ്പുറത്ത് ഇവിടെ നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ആ നാട്ടിലേക്ക് പോകണില്ല. ഇവിടെ എവിടെയെങ്കിലും മരിക്കോളം എനിക്ക് ഇവിടെ എവിടെയെങ്കിലും നിൽക്കണം. ഞാൻ മരിച്ച പോലും എൻ്റെ മയ്യത്ത് അവിടെ കൊണ്ടുപോയി കവറടക്കരുത്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമില്ല. നമ്മളിപ്പോൾ ആരും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് അങ്ങ് പോയിന്നും വരും. അപ്പോൾ എൻ്റെ മയ്യത്ത് പോലും അങ്ങോട്ട് കൊണ്ടുപോകരുത്. ഇവിടെ എവിടെയെങ്കിലും അടക്കം ചെയ്യണം. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല അവിടെ. വെറുത്ത് പോയി. ഇവിടെയുള്ള ഒരുപാട് പേരുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ജീവനോട് നിൽക്കുന്നത്. അത്രക്കും ആദ്യ വിവാഹം കഴിഞ്ഞ് എപ്പോഴും വിളിച്ചിട്ട് പരിഹസിച്ചിരിക്കുക, ഓരോന്ന് പറയാം, അനാവശ്യം പറയാം. അവർ വേറെ വിവാഹം ചെയ്ത ഒരു കുട്ടിയുണ്ട്. എന്തിനു പിന്നെ എന്നെ ദ്രോഹിക്കണേ? ഞാൻ അങ്ങോട്ട് മോനെ പോലും കാണാൻ പോകണില്ല. എന്തിന്? അവർക്ക് നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അള്ള കരച്ചിലുകൊണ്ട് തന്നെ മടക്കി കൊടുക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അത് എത്ര കാലം വേണമെങ്കിലും ഞാൻ ക്ഷമിച്ചിരിക്കും. 40 വർഷം ഞാൻ ക്ഷമിച്ചില്ലേ. ഇപ്പോൾ 41 വയസ്സാവാനായി. 40 വയസ്സ് എനിക്ക് കഴിഞ്ഞു. എന്നിട്ടും അത് ഓരോരുത്തർ മണ്ടയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോരുത്തരുടെ നാളിൻ്റെയും അവരെല്ലാം തലയിലെത്താണ്. ജാതകയെഴുത്ത് എന്ന് പറയും, അതേപോലെ തലയിലെഴുത്താണ്. അത് അള്ള അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അത് ഞാൻ സ്വീകരിച്ചു, അത്ര തന്നെ. എന്നാലും ഞാനിന്ന് ഒരാളെ ഇതിലേക്ക് ഇതാക്കാൻ പോയിട്ടില്ല. ഒരാളെ മുതലോ ഒന്നും ഞാൻ കയ്യേറാൻ പോയിട്ടില്ല. ഞാൻ അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു പോന്നിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.